മൊഡ്യൂൾ 1 പാർട്ട് 3 വീഡിയോ ആണ്. സോ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മൊബൈൽ സിസ്റ്റം? മൊബൈൽ സിസ്റ്റംസ് refers to hydraulic or pneumatic system used in moving machines and vehicles rather than stationary industrial equipments. These systems are designed to be compact, powerful and durable so they can operate it outdoor, variable and harsh environment. Mobile systems are fluid power to enable movement and heavy work in vehicles and field machinery. So ഇതെന്താണ് ഒരു ഐഡിയ ഇട്ടതിന്റെ എക്സാമ്പിൾസ് എന്താണ്? എക്സ്കവേറ്റേഴ്സ് ഉണ്ട്, ലോഡേഴ്സ് ഉണ്ട്, ക്രെയിൻസ് ഉണ്ട്, ട്രാക്ടേഴ്സ് ഉണ്ട്, ഹാർവസ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ മൊബൈൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പാക്ട് ആയിരിക്കും, അതേപോലെ പവർഫുൾ ആയിരിക്കും, അതേപോലെ ഡ്യൂറബിൾ ആയിരിക്കും. സോ അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷൻ യൂസ് ചെയ്യാം, ഹാർഷ് എൻവയോൺമെന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഹെവി വർക്കിനെയും അതേപോലെ തന്നെ ഹെവി മൂവ്മെന്റും നമുക്ക് എവിടെ നടക്കും? ഈ മൊബൈൽ സിസ്റ്റത്തിൽ ഇനേബിൾ ആയിട്ട് നടക്കും. മെയിൻ ആയിട്ട് ഇത് വെഹിക്കിൾസിലും ഫീൽഡ് മെഷീനറീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എക്സ്കവേറ്റേഴ്സ്, ലോഡേഴ്സ്, ക്രെയിൻസ്, ട്രാക്ടേഴ്സ്, അതേപോലെ ഹാർവസ്റ്റേഴ്സ് ആണ്. So coming to the next topic, industrial systems എന്താണ്? An industrial systems refers to hydraulic or pneumatic system used in stationary factory-based machines and equipments. These systems are designed for continuous, reliable, and precise operation in controlled environment, such as manufacturing plants, metalworking machines, and processing industries. Industrial systems uses fluid power to operate machinery inside factories where high productivity and precision are required. So industrial system എവിടേക്കാണ് യൂസ് ചെയ്തത്? ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്തത്. സോ അവിടെ എന്തുവാണ്? ഹൈ പ്രൊഡക്ടിവിറ്റിയും ഹൈ പ്രൊസിഷനും റിക്വയർഡ് ആയിട്ടുള്ള അവസരങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ആപ്ലിക്കേഷൻ എവിടേക്കാണ് വരുന്നത്? മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ മെറ്റൽ വർക്കിംഗ് മെഷീൻസിൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോസസിംഗ് ഇൻഡസ്ട്രീസിലും ഇത് യൂസ് ചെയ്യുന്നതാണ്. സോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്തായിരിക്കും? ഫാക്ടറി ബേസ്ഡ് മെഷീൻസ് അഥവാ എക്യുപ്മെന്റ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. മൊബൈൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണ്? ആൻഡ് ഓപ്പൺ ലൂപ്പ് ഫ്ലൂയിഡ് പവർ സിസ്റ്റം സെറ്റ്സ് ഫ്ലൂയിഡ് ടു ഡു വർക്ക് ബട്ട് ഡസ് നോട്ട് ചെക്ക് വെദർ ദ ജോബ് വാസ് ഡൺ കറക്ട്ലി ഓർ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഓട്ടോമാറ്റിക്കലി. സോ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്താണ് ഈ സിസ്റ്റമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ആണോ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? സോ അതാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ വന്നിട്ട്. സോ അടുത്ത എന്താണ്? അടുത്ത ക്ലോസ്ഡ് ലൂപ്പ് പവർ സിസ്റ്റം ആണ്. A closed loop fluid power system checks how the actuator is moving and automatically adjusts the fluid flow or pressure to get the exact output required. നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് എക്സാക്ട് ആയിട്ട് എവിടെ കിട്ടും? നമ്മൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിൽ കിട്ടും. അതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ടിന് വേണ്ടിയുള്ള ഫ്ലൂയിഡ് ഫ്ലോ എന്ത് ചെയ്യും? ഈ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. A hydrostatic drive in a tractor or excavator where the motor speed continuously adjusts based on feedback to maintain smooth movement. So closed loop സിസ്റ്റത്തിൽ എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ട്രാക്ടേഴ്സും എക്സ്കവേറ്റേഴ്സും പറയാം. എന്താണ്? നമ്മൾ മോട്ടോർ സ്പീഡ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് പവർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് എക്സാക്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് ക്ലോസ്ഡ് ലൂപ്പ് ഫ്ലൂയിഡ് പവർ സിസ്റ്റം. അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ ആക്ടിംഗ് സിസ്റ്റംസ് ആണ്. എ സിംഗിൾ ആക്ടിംഗ് ഫ്ലൂയിഡ് പവർ സിസ്റ്റം യൂസസ് എ സിംഗിൾ ആക്ടിംഗ് ആക്യുവേറ്റർ, usually a hydraulic or pneumatic cylinder that produce motions or force only in one direction using fluid pressure. So അടുത്ത വന്നിട്ട് the return movement happens an external force such as a spring, gravity or the load itself. In simple, it pushes in one direction using fluid pressure and comes back on its own using a spring or gravity. Examples എന്താണ്? ഹൈഡ്രോളിക് ജാക്ക്, ന്യൂമാറ്റിക് നെയിൽ ഗണ്ണും. സോ എന്താണ് മനസ്സിലാക്കണം? നമ്മൾ ഈ ഹൈഡ്രോളിക് ജാക്കിന്റെ ഓപ്പറേഷൻ ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. ഈ സിംഗിൾ ആക്ടിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. സോ അടുത്ത് വന്നിട്ട് ഡബിൾ ആക്ടിംഗ് സിസ്റ്റത്തിന് എന്തുവാണെന്നാണ്? ഇറ്റ് യൂസസ് എ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ഓർ ആക്ച്വേറ്റർ വെയർ ഇറ്റ് ക്യാൻ പുഷ് ആൻഡ് പുൾ യൂസിംഗ് ഫ്ലൂയിഡ് പ്രഷർ ഗിവിംഗ് കൺട്രോൾഡ് മൂവ്മെന്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ എക്സാമ്പിൾ വന്നിട്ട് എക്സ്കവേറ്റർ ആം സിലിണ്ടർ ആണ്. ഈ ഡബിൾ ആക്ടിംഗ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് എക്സ്കവേറ്റർ ആം സിലിണ്ടേഴ്സ് ആണ്. സോ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിന്റെ ബേസിക് കോമ്പോണൻസും കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിന് അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക് യു.